സൂറത്തുൽ ഫാത്തിഹയുടെ 4-ാമത്തെ ആയത്ത് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകീർത്തനത്തിന്റെ ആയത്തിന്റെ ഫാത്തിഹ സൂറത്തിലുള്ള പ്രകീർത്തനത്തിന്റെ ആയത്തുകളാണ് ആദ്യത്തെ 4 ആയത്ത്. അതിൽ അവസാനത്തെ ആയത്താണ് മാലിക് യൗമിദ്ദീൻ എന്നുള്ളത്. പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ മനുഷ്യന് വിധി പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. അതായത് ഭൗതിക ലോകത്തെ മനുഷ്യന്റെ ജീവിതത്തിലെ അവന്റെ പ്രവർത്തനങ്ങൾക്ക്, അവന്റെ കർമ്മങ്ങൾക്ക് വിധി പറയുന്ന മറ്റൊരു ലോകമുണ്ട്. അതാണ് പാരത്രിക ലോകം. ആ പാരത്രിക ലോകത്തെ ഉടമസ്ഥൻ, ആ പാരത്രിക ലോകത്തെ സർവാധിപൻ എന്ന് പറയുന്നത് അള്ളാഹു തആല മാത്രമാണ്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിച്ചത്, ഇന്നത്തെ ദിവസം ആർക്കാണ് അധികാരം എന്ന് പറയപ്പെടുന്ന ഒരു വചനം ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ദിനത്തിന്റെ, മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് വിധി പറയുന്ന ദിനത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്ന് നമ്മൾ ഫാത്തിഹ സൂറത്തിലൂടെ റബ്ബിനെ പുകഴ്ത്തുകയാണ്. അള്ളാഹു നമ്മൾ പുകഴ്ത്തുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വിശ്വാസത്തിൽ നിന്നാണ് വിശ്വാസികൾ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. കാരണം അവൻ ചെയ്യുന്ന തെറ്റ് ആര് കണ്ടില്ലെങ്കിലും ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, അള്ളാഹു തആല അവനെ സദാ വീക്ഷിക്കുകയാണെന്ന് വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു തആല സദാ അറിയുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കർമ്മങ്ങളൊക്കെ നന്നാവണമെന്നും അവന്റെ കർമ്മങ്ങളൊക്കെ അള്ളാഹു തആല സ്വീകരിക്കണം എന്നുള്ള ഒരു വിശ്വാസം, അങ്ങനെ ഒരു ബോധം അവനക്ക് വരുന്നത് ഈ ഒരു ഈമാനികമായിട്ടുള്ള ബോധത്തിൽ നിന്നാണ്. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും വിധി പറയുന്ന ഒരു ലോകം വരാനുണ്ടെന്ന് അവൻ വിശ്വസിക്കുമ്പോൾ തിന്മയായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒന്ന് അവൻ വിട്ടു നിൽക്കുന്നു. എന്തിനധികം അപരനെ കുറിച്ചുള്ള, അവനെ ഉപദ്രവിക്കുന്നത് പോയിട്ട്, നാവ് കൊണ്ടോ ശാരീരികമായിട്ടുള്ള മറ്റു അവയവങ്ങൾ കൊണ്ടോ അവനെ ഉപദ്രവിക്കുന്നത് പോയിട്ട് മനസ്സുകൊണ്ട് അവനെക്കുറിച്ചുള്ളൊരു തെറ്റായ വിചാരം പോലും അരുത് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു നല്ല വിശ്വാസിയായി, ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ആയത്താണ് മാലിക് യൗമിദ്ദീൻ എന്നുള്ളത്. കാരണം അതിലൂടെ നമുക്ക് പാരത്രിക ചിന്ത നൽകുന്നു. പാരത്രിക ചിന്ത നൽകുന്നതോടൊപ്പം ആ പാരത്രിക ലോകത്തിന്റെ അധിപൻ അള്ളാഹുവാണെന്ന ചിന്ത നൽകുന്നു. അതോടൊപ്പം തന്നെ ആ പടച്ചവനിലേക്ക് നമ്മൾ മടങ്ങണമെന്നും ആ മടങ്ങുന്ന ദിവസം നമ്മുടെ ദുനിയാവിലെ എല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹുവോട് മറുപടി പറയേണ്ടി വരുമെന്നൊക്കെയുള്ള നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്ന ആയത്താണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്ന ആയത്ത്. അള്ളാഹു തആല അത് മനസ്സിലാക്കി അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്താനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.